ബി.ജെ.പിക്ക് എന്നും പരമസുഖമാകുന്ന അവസ്ഥയാണ് ഓരോ ദിവസവും കണ്ടുവരുന്നത്. ഓരോരോ രാഷ്ട്രീയ വിവാദങ്ങളും ആരോപണങ്ങളും മറ്റു പ്രശ്നങ്ങളും ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായതുകൊണ്ടാണോ എന്നറിയില്ല, കർണാടകയിലെ പല ബി.ജെ.പിക്ക് ഉണ്ടാകുന്ന പല സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കർണാടകയിലെ രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തെ വലിയ തോതിൽ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഓരോ ഘട്ടത്തിൽ അവിടെ ഒരു രാഷ്ട്രീയ പ്രശ്നം ഉണ്ടായാലും അല്ലെങ്കിൽ അവിടെ ഒരു ദുരന്തം ഉണ്ടായാൽ പോലും അതല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അല്ലെങ്കിൽ അവിടെ ഒരു വിവാദമായ ഒരു തീരുമാനം ഉണ്ടായാൽ പോലും ഇവിടെ വലിയ തോതിൽ കേരളത്തിലെ ജനങ്ങളെ അത് എഫക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഒന്ന്, കേരളത്തിൻ്റെ അതിർത്തി ആയതുകൊണ്ട് മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ ബാംഗ്ലൂർ, മൈസൂർ അടക്കമുള്ള അവരുടെ കർണാടകയിലെ വലിയ നഗരങ്ങളിൽ ചേക്കേറിയിട്ടുണ്ടെന്നും അവിടെ ജോലിയായിട്ടും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ അല്ലെങ്കിൽ സ്ഥിരതാമസമാക്കി നിരവധിയായ ആയിരക്കണക്കിന് മലയാളികൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടുമാണ് അവിടുത്തെ രാഷ്ട്രീയ ചർച്ചകൾ വലിയ തോതിൽ നമ്മളെയും സ്വാധീനിക്കുന്നത്. അതായത് ഇപ്പോൾ പുതിയതായിട്ടുണ്ടായിരിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോക്സോ കേസിൽ പ്രതിയായ ബി.ജെ.പിയുടെ കർണാടകയിലെ മുതിർന്ന നേതാവ് ബി.എസ്. യെദ്യൂരപ്പ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് വിരമിക്കണമെന്ന് കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ യെദ്യൂരപ്പയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതായത് ഇദ്ദേഹം ഇനി ഇതിന് പറ്റിയ ഒരാളല്ല, പോക്സോ കേസിൽ വരെ പ്രതിയായ ഒരു ബി.ജെ.പി നേതാവിനെ താങ്ങേണ്ട അവസ്ഥയൊന്നും കർണാടകയിലെ ജനങ്ങൾക്കില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സിദ്ധരാമയ്യ ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായ സിദ്ധരാമയ്യയുടെ ഈ പ്രസ്താവനയെ വലിയ തോതിലുള്ള രാഷ്ട്രീയമായ വലിയൊരു നീക്കമായിട്ട് തന്നെയാണ് കർണാടകയിലെയും കേരളത്തിലെയും അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വം കാണുന്നത്. യെദ്യൂരപ്പ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് വിരമിക്കണം എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറയുന്നത്. യെദ്യൂരപ്പ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് തുറന്നു പറയുകയും ചെയ്തു. അതായത് സിദ്ധരാമയ്യയുടെ പ്രസ്താവന വന്നതോടുകൂടി കർണാടകയിലെ ബി.ജെ.പി നേതൃത്വം എന്ത് ചെയ്യണമെന്നറിയാത്ത വലിയ പരിങ്ങലിലായി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ബംഗളൂരുവിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നത്. യെദ്യൂരപ്പയ്ക്കെതിരെ പോക്സോ കുറ്റം ചുമത്തപ്പെട്ടിട്ടുണ്ട്, കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കൃത്യമായി സിദ്ധരാമയ്യയുടെ വാക്കുകൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പോക്സോയിൽ കുറ്റം ചുമത്തപ്പെട്ടു, അതോടൊപ്പം തന്നെ കുറ്റപത്രവും സമർപ്പിക്കപ്പെട്ടു. കോടതിയുടെ കാരണത്താൽ ജയിലിൽ പോയിട്ടില്ല എന്നേ ഉള്ളൂ. അതായത് മറ്റൊരു സാധാരണക്കാരനായ ഒരു പ്രതിയായിരുന്നെങ്കിൽ ഇപ്പോൾ 7 പണ്ടേ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം കഴിഞ്ഞു. നിരപരാധിയായ ആളുകൾ അല്ലെങ്കിൽ കുറ്റം എന്താണെന്ന് തെളിയിക്കുക പോലും ചെയ്യപ്പെടാത്ത ആളുകൾ വിചാരണ തടവുകാരനായിട്ടൊക്കെ വർഷങ്ങളോളമായി ബാംഗ്ലൂരിലെ അഗ്രഹാര ജയിലിൽ കിടക്കുന്നു. ഇപ്പോൾ അബ്ദുൽ നാസർ മഹദിനെതിരായ കുറ്റം എന്താണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല, കുറ്റാരോപിതൻ മാത്രമാണ്. അദ്ദേഹത്തിന് വിചാരണയും ആരംഭിച്ചിട്ടില്ല. പ്രായമായി അസുഖബാധിതനായി മറ്റു കാര്യങ്ങളെല്ലാമായിട്ട് പോലും അദ്ദേഹം ഇപ്പോഴും അവിടുത്തെ ജയിലുകളിൽ കഴിയുന്നു. അതോടെ നിരവധിയായ ആളുകൾ ഇത്തരത്തിലുള്ള ബാംഗ്ലൂരുവിലെ ജയിലുകളിൽ കഴിയുന്നുണ്ട്. ഈ ഘട്ടത്തിൽ പോലും കോടതിയുടെ ഒരു കാരുണ്യം കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന യെദ്യൂരപ്പ ഇപ്പോൾ ജയിലിനുള്ളിൽ പോകാത്തത്. മൈസൂരു അർബൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ സൈറ്റുകളുടെ വിതരണത്തിലെ ക്രമക്കേടുകളെക്കുറിച്ച് വിമർശിപ്പിക്കവെയാണ് സിദ്ധരാമയ്യയുടെ രാജി യെദ്യൂരപ്പ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മൈസൂർ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കുമ്പോഴാണ് ഈ കാര്യം അദ്ദേഹം വെളിപ്പെടുത്തിയത്. ഇതിനെതിരെ സംസാരിക്കവേ തന്നോട് രാജി ആവശ്യപ്പെടാൻ യെദ്യൂരപ്പയ്ക്ക് അർഹതയില്ല എന്ന് സിദ്ധരാമയ്യ പറയുകയായിരുന്നു. സിദ്ധരാമയ്യ രാജിവെക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് വലിയ തോതിലുള്ള വിമർശനം അവിടുത്തെ ബി.ജെ.പിയും ബി.ജെ.പിയുടെ നേതാക്കളായ ഈ പറയുന്ന യെദ്യൂരപ്പയും എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഇതിന് കനത്ത ഒരു തിരിച്ചടി എന്ന നിലയിലാണ് ഇപ്പോൾ സിദ്ധരാമയ്യ ഇത്തരത്തിലുള്ള ഒരു ടോർപ്പിഡോ ശരിക്കും കൃത്യമായി പറഞ്ഞ ബി.ജെ.പിക്ക് ഇട്ട് വെച്ചു കൊടുത്തിരിക്കുന്നത്. യെദ്യൂരപ്പയ്ക്ക് എതിരെയുള്ള ആരോപണങ്ങൾ ഗുരുതരമാണെന്നും സിദ്ധരാമയ്യ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഈ പ്രായത്തിൽ പോക്സോ കേസിൽ ഉൾപ്പെട്ടതിന് ശേഷം എൻ്റെ രാജി ആവശ്യപ്പെടാൻ അദ്ദേഹത്തിന് എന്ത് അവകാശമോ യോഗ്യതയോ ഉണ്ടോ എന്നാണ് സിദ്ധരാമയ്യ ചോദിക്കുന്നത്. രാഷ്ട്രീയക്കാർക്ക് എന്ത് ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുക, ഇന്ത്യയിലെ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ഒരു കേസിൽ പ്രതിയാവുകയോ ഇടപെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ജീവിതകാലം ശിഷ്ടകാലം ജയിലിൽ തന്നെ എന്നുള്ളൊരു അവസ്ഥയാണുള്ളത്. പക്ഷേ ഇവിടെ ഇതെല്ലാം മാറ്റിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. മൈസൂരു അർബൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ സൈറ്റുകളുടെ വിതരണത്തിലെ ക്രമക്കേടുകൾ ഉയർത്തിക്കാട്ടാൻ ബി.ജെ.പി നടത്തിയ പ്രതിഷേധ മാർച്ചിന് മുന്നോടിയായി സിദ്ധരാമയ്യയുടെ രാജി ഈ പറയുന്ന യെദ്യൂരപ്പ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇതാണ് സിദ്ധരാമയ്യയെ പ്രകോപിപ്പിച്ചത്. സിദ്ധരാമയ്യയുടെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള 3.16 ഏക്കർ ഭൂമി ഏറ്റെടുത്തതിന് പകരമായി മൈസൂർ അർബൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി 2021 അവർക്ക് 14 ഹൗസിംഗ് സൈറ്റുകൾ അനുവദിച്ചതാണ് അതാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിന് കളമൊരുക്കിയത്, അല്ലെങ്കിൽ ഇതാണ് അതുമായി ബന്ധപ്പെട്ട കേസ്. കഴിഞ്ഞ ഫെബ്രുവരി 2-ന് ബംഗളൂരു സഞ്ജയ് നഗറിലെ വസതിയിൽ മാതാവിനോടൊപ്പം പീഡന പരാതി അറിയിക്കാനെത്തിയ പെൺകുട്ടിയെ 81-കാരനായ യെദ്യൂരപ്പ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെയുള്ള കേസ്. നോക്കൂ, സിദ്ധരാമയ്യയുടെ
അതായത് യെദ്യൂരപ്പയുടെ പ്രായം എന്ന് പറയുന്നത് 81 വയസ്സുള്ള ഒരു വയോവൃദ്ധനാണ്. ഈ വയോവൃദ്ധനായ അദ്ദേഹത്തിൻ്റെ അടുത്ത് പീഡന പരാതി അറിയിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയ മാതാവിനോടൊപ്പം എത്തിയ പെൺകുട്ടിയെ ഈ യെദ്യൂരപ്പ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് പുതിയ പോക്സോ കേസ്. പെൺകുട്ടിയുടെ മാതാവിൻ്റെ പരാതിയിൽ കഴിഞ്ഞ മാർച്ച് 14-ന് സദാശിവ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് കർണാടക CIDക്ക് കൈമാറുകയായിരുന്നു. അർബുദബാധയിൽ ചികിത്സയിലിരിക്കെ മെയ് 26-ന് പരാതിക്കാരി മരിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ പരാതിക്കാരി ഈ പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുടെ അമ്മ കഴിഞ്ഞ മെയ് 26-ന് മരിക്കുകയും ചെയ്തു. എന്നാൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമാണെന്നായിരുന്നു അന്ന് യെദ്യൂരപ്പ പറഞ്ഞത്. കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ സഹോദരൻ കർണാടക ഹൈക്കോടതിയിൽ റിട്ട് ഹർജിയും ഫയൽ ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇത്രയും രാഷ്ട്രീയ മുകളിലിരിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന വലിയ ഭാരിച്ച ചുമതലയുള്ള വലിയ ഉന്നതനായ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന്, അത് ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടതാകട്ടെ, ഇപ്പോൾ കോൺഗ്രസിൽ നിന്നോ BJPയിൽ നിന്നോ CPMൽ നിന്നോ മറ്റേതിൽ നിന്നുമാകട്ടെ, ഇതേതിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു ആക്ഷേപം ഉണ്ടാകാൻ, ഇത്തരത്തിലൊരു പരാതിയും ആരോപണവും ഉണ്ടായി പോക്സോ കുറ്റം ചുമത്തുകയും അതോടൊപ്പം തന്നെ കുറ്റപത്രം സമർപ്പിക്കുകയും എല്ലാം ചെയ്ത ഘട്ടത്തിൽ അതായത് ഒരു നാടിൻ്റെ ജനാധിപത്യ മര്യാദ അനുസരിച്ച് ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ അദ്ദേഹം പൂർണ്ണമായും തയ്യാറാകേണ്ടതുണ്ട്. പക്ഷേ BJPക്ക് എന്ത് ജനാധിപത്യം? അവരതിനെക്കുറിച്ചൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയിലെ ജനാധിപത്യത്തെക്കുറിച്ച് വളരെ അപക്വമായതും അല്ലെങ്കിൽ അബദ്ധധാരണകൾ നിറഞ്ഞതും അല്ലെങ്കിൽ തീരെ താല്പര്യമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോഴും BJP RSS നേതൃത്വത്തിൻ്റെ ഒരു നിലപാട് തന്നെയുള്ളത്. അവർ ഹിന്ദുത്വ രാഷ്ട്രം എന്നുള്ള ലൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഘട്ടത്തിൽ എങ്ങനെ ഇതിനെതിരെ പ്രതികരിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോഴും അറിയാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ 81-ാം വയസ്സിലും പോക്സോ കേസിൽ പ്രതിയായ യെദ്യൂരപ്പ ആ സ്ഥാനത്തിന് യാതൊരു വിധത്തിലും അർഹനല്ല എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.